ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ്. അപ്പം നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിക്കാമെന്ന് വെച്ച് നമ്മൾ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ കുന്നത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ബീഫ് വാങ്ങിക്കുക. അപ്പം നല്ല ബീഫ് കിട്ടും. ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. ഞങ്ങൾ പെരുമാളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ അടുത്തൊരു കുന്നത്തൂർ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി നമ്മൾ അത്യാവശ്യം വേണ്ട തിങ്സൊക്കെ കുറച്ച് നമ്മളെടുത്തു. അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റായിരുന്നു അത്. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ ബീഫൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് അപ്പം ഞാൻ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതെല്ലാം നല്ലതായിട്ട് മസാലയെല്ലാം പുരട്ടി കുക്കറിൽ വേവിക്കുവാണ്. അപ്പം അത് വേവുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ എല്ലാം ബീഫെല്ലാം വെന്ത് ഇറക്കി വെച്ചു. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മോര് കാച്ചാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മൾ ബീഫിന് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത്. അപ്പം ഞാൻ മോര് കാച്ചാനുള്ള എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മളത് മോരെല്ലാം പെട്ടെന്ന് തന്നെ കാച്ചി കറി ഇവിടെ റെഡി കാച്ചി. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ആ ബീഫിൻ്റെ ആവിയൊക്കെ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ബീഫിൻ്റെ ആവിയൊക്കെ പോയി, കുക്കറൊക്കെ തുറന്നു. അപ്പോൾ നല്ലതായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. നമ്മൾ ബീഫെല്ലാം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ചെറിയുള്ളി ഇട്ട് നിറയെ ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കുറച്ച് ഉപ്പിട്ട് നമ്മൾ ഇളക്കുവാണെങ്കിൽ പെട്ടെന്ന് ചെറിയുള്ളി വഴന്ന് കിട്ടും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടു നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഇവിടെ വന്നതിന് ശേഷം ബീഫ് അങ്ങനെ റെയറാണ് കിട്ടുന്നത്. ഇവിടെ കൂടുതലും തമിഴ്നാട്ടിലെ ആളുകൾ ഒന്നീ ചിക്കൻ, അല്ലെങ്കിൽ കൂടുതലായിട്ട് സൺഡേ ഒരു ദിവസം ഉണ്ടെങ്കിൽ അവർ മട്ടനാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. പിന്നെ മീനും കിട്ടും. അപ്പം നമുക്ക് മലയാളികൾക്ക് എപ്പോഴും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഇതാണ് ബീഫ്. നമുക്ക് എപ്പോൾ കിട്ടിയാലും നമ്മളത് കഴിക്കും. മല്ലിപ്പൊടി അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നമ്മൾ 2 സ്പൂണ് നല്ലൊരു ബീഫ് കിട്ടുന്നിടം നോക്കി നമ്മൾ പോയി വാങ്ങിച്ചതാണ്. അവിടെ മാത്രമേ ഫ്രഷായിട്ടുള്ളത്. നമ്മളെ അറിയാവുന്ന കൊണ്ട് അവർ നല്ല പീസ് എല്ലാം എടുത്ത് നമുക്ക് എങ്ങനെയാണ് അത് നമുക്കിപ്പം അതിൻ്റെ ബോണും പിന്നെ നെയ്യും ഒക്കെ ആയിട്ട് നമുക്ക് മിക്സഡായിട്ടാണ് നമ്മൾ മേടിച്ചത്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല എണ്ണ അധികം യൂസ് ചെയ്യേണ്ടി വന്നില്ല. അപ്പം നമ്മൾ അരപ്പെല്ലാം റെഡിയായി. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും, എനിക്ക് തന്നെ കണ്ടിട്ട് നല്ല കൊതി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും അത് നല്ല കഴിക്കണം തോന്നുന്നുണ്ടായിരിക്കും. അപ്പം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയിലയും കൂടി ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി ഗരം മസാല പൊടിച്ച് വെച്ചതാണ്. ഇതിപ്പം ഈ ഗരം മസാല, ഗ്രാമ്പു, കറുവപ്പട്ട, പിന്നെ ഏലക്ക, പിന്നെ കുരുമുളക്, പെരുംജീരകം, അപ്പോൾ ഇതെല്ലാം ഇട്ട് പൊടിച്ച മസാലയായിരുന്നു. അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പി. അപ്പോൾ നമുക്കിന്ന് സൺഡേയിൽ ബീഫ് കറിയും മോരും മാത്രമേ ഉള്ളായിരുന്നു. അപ്പം
വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സൺഡേ എന്തൊക്കെയാണ് നിങ്ങൾ ഫുഡ് സൺഡേ ഒരു ദിവസം നമ്മുടെ അവധിയുള്ള ദിവസം നിങ്ങൾ എന്താ ഉണ്ടാക്കിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.